ഓണം എക്സാം 2026 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 മലയാളം കേരള പാഠാവലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ബേസിക് സയൻസിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് എക്സാം എളുപ്പമാകുന്നത് അതൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്കറിയാലോ 2 മണിക്കൂർ 15 മിനിറ്റാണ് നമുക്ക് എക്സാം സമയം. അതിൽ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കാനാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം വായിക്കാൻ എഴുതാണ്. ഒരു പാസേജ് തരും, അതിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ആക്ടിവിറ്റി 4 മാർക്ക് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള, അതായത് നമ്മൾ വേറെ ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്ന മാർക്കാണ് 4 മാർക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് മനസ്സിരുത്തി വായിച്ചു നോക്കിയാൽ ആ 4 മാർക്ക് നമുക്ക് സ്വന്തമാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. അന്ന് രാത്രി ജൂ അവളുടെ പുതിയ 8ാം ക്ലാസ് പുസ്തകങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണക്കിന്റെ പാഠപുസ്തകം തുറന്നതോടെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ട താറാവിനെ പോലെ അവൾ അതിലൂടെ നീന്തിപ്പോയി. അവൾക്ക് കണക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. അപ്പം ജൂന് ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം? കണക്കാണ്. അക്കങ്ങളും ക്ഷേത്രഗണിതത്തിലെ രേഖകളും ആൾജിബ്രയിലെ അക്ഷരങ്ങളും ചേർന്ന് നടത്തുന്ന വേഷമാറ്റങ്ങൾ അവളെ രസിപ്പിച്ചിരുന്നു. അവളുമായി അവ ഒളിച്ചു കളിക്കും. ഒരേ സമയം അവളുടെ തലയ്ക്കകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നിച്ച ഒരു മായാലോകത്തിലേക്ക് അവളെ വെല്ലുവിളിച്ചുകൊണ്ട് അവ ഓടിപ്പോകും. അവൾ അവയ്ക്ക് പിന്നാലെ ഓടി ഒരു പടയാളിയെ പോലെ അവയെ വരുതിയിലാക്കും. അറിയാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. ജൂന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? ശാസ്ത്രം, കണക്ക്, സാമൂഹ്യം, ഭാഷ. നമ്മൾ പറഞ്ഞല്ലോ, കണക്കാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്. അത് നമ്മൾ നേരത്തെ വായിച്ചു. ഇനി അടുത്തത്, പുതിയ പാഠപുസ്തകം തുറന്ന് ജൂവിന്റെ അവസ്ഥയെ സൂചിപ്പിക്കാൻ കഥാകൃത്ത് ഉപയോഗിച്ച പ്രത്യേക പ്രയോഗം എന്തായിരുന്നു? പിന്നാലെ ഓടുന്ന പടയാളി, അക്കങ്ങളും അക്ഷരങ്ങളും രേഖകളും നടത്തുന്ന വേഷം മാറിക്കളി, വെള്ളത്തിലേക്ക് ഇറക്കി വിട്ട താറാവ്, വേഷമാറ്റം നടത്തുന്ന അക്ഷരങ്ങൾ. അപ്പൊ പുതിയ പാഠപുസ്തകം തുറന്നു. അപ്പോൾ കണക്കിന്റെ പാഠപുസ്തകം തുറന്നതോടെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ട താറാവിനെ പോലെ. അപ്പൊ നമ്മുടെ ഈ ഒരു വാക്കിലുണ്ട് ഇതിന്റെ മീനിങ് അല്ലെ, ഉത്തരം അതിലുണ്ട്. അപ്പൊ എന്താണ്? വെള്ളത്തിലേക്ക് ഇറക്കി വിട്ട താറാവ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി അടുത്തത്, ജൂ ശരിയായി കണക്ക് പഠിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏത്? അവളുമായി അവ ഒളിച്ചു കളിക്കും, അവളുടെ തലയ്ക്കകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നും, അവൾ അവയ്ക്ക് പിന്നാലെ ഓടി ഒരു പടയാളെ പോലെ അവയെ വരുതിയിലാക്കും, വേഷം മാറ്റം നടത്തുന്ന അക്ഷരങ്ങൾ. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? അവൾ നന്നായിട്ട് പഠിക്കുന്നു എന്നതിന് ഉദാഹരണം എന്താണ്? അവൾ അവയ്ക്ക് പിന്നാലെ ഓടി ഒരു പടയാളെ പോലെ അവയെ വരുതിയിലാക്കും. ഇനി അടുത്തത്, ജൂ കണക്ക് ശരിയായി പഠിക്കുന്നു എന്നത് നമ്മൾ പഠിച്ചു. ജൂവിന്റെ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്ഥാനം ഇത്. ആസ്വദിച്ച് പഠിച്ച് പഠനം മനോഹരമാക്കാൻ ധാരാളം സമയം പഠനത്തിന് ആവശ്യമുണ്ട്. എഴുതി പഠിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരങ്ങൾ തെറ്റിപ്പോകും. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? ഫസ്റ്റ് ഉള്ളതാണ്. നമ്മൾ എന്തും ആസ്വദിച്ച് പഠിച്ചാൽ നമുക്ക് പഠനം മനോഹരമാണ്. ഓക്കെ, ഇനി അടുത്തത് രുചി അനുഭവമാണ്. അമൃതം നുകരാം, യൂണിറ്റ് നിറയെ ഭക്ഷണ വിശേഷമാണ്. നാവിനെ രസിപ്പിക്കുന്ന, വീണ്ടും കഴിക്കാൻ കൊതി തോന്നുന്ന ചില വിഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. രുചിയും മണവും മറക്കാൻ കഴിയാത്ത ഒരു ഇഷ്ട വിഭവത്തിന്റെ രുചി അനുഭവം എഴുതുക. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരത്തിന്റെ അനുഭവം നമ്മൾ എഴുതാനാണ്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് ഇലയട. അരിപ്പൊടിയിൽ ചൂടുവെള്ളവും അല്പം ഉപ്പും ചേർത്ത് മൃദുവായി കുഴച്ചെടുക്കുന്നു. ശർക്കര ഉരുക്കി അതിച്ചിരകിയ തേങ്ങ ചേർത്ത് നന്നായി വഴറ്റി ഏലക്കാപ്പൊടി ചേർത്ത് പൂരണം തയ്യാറാക്കുന്നു. വാഴയിൽ അരിപ്പൊടി മാവ് നേർത്തതായി പരത്തി അതിനുള്ളിൽ തേങ്ങയും ശർക്കരയും ചേർത്ത് പൂരണം വയ്ക്കുന്നു. ശേഷം ഇല മടക്കി ആവിയിൽ നന്നായി വേവിച്ചെടുക്കുന്നു. വാഴയിലയുടെ നാടൻ മണവും ശർക്കരയുടെയും തേങ്ങയുടെയും മധുരവും ചേർന്ന ഇലയുടെ രുചി എനിക്ക് ഏറെ ഇഷ്ടമാണ്. ചൂടോടെ കഴിക്കുമ്പോൾ അതിന്റെ രുചി ഒന്നുകൂടി കൂടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. സൂചനകളിൽ തെളിയുന്ന കഥാപാത്രം ആര്? നെറ്റിയുടെ 2 അറ്റങ്ങളിലും പളുങ്കിന്റെ മണി പോലെ വിയർപ്പിന്റെ തുള്ളികൾ ഉരുണ്ടു കിടന്ന മനസ്സ് വട്ടച്ചെമ്പിനകത്ത് വട്ടമിട്ട് പറക്കുന്നു. അബു, കൽമേയി, പക്കിർച്ചി താത്ത, ബിച്ചേഷ് താത്ത. അപ്പൊ ആരുടെ കഥാപാത്രമാണ്? ബിച്ചേഷ് താത്തയാണ് ആ കഥാപാത്രം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നെവേൻജിയുടെ പ്രത്യേകത. വർഷം മുഴുവൻ ലഭിക്കും പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കാൻ പ്രായമുള്ള പുരുഷന്മാരാണ് ശേഖരിക്കുന്നത്. വെയിലത്ത് വെച്ച് ഉണക്കി കഴിക്കുക. അപ്പൊ എന്താണ്? പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കണം, അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത പ്രതികരണ കുറിപ്പാണ്. പലതരം ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അടുക്കളയിൽ ആരോ ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണത്തിന്റെ നടുവിലും വിശക്കുന്നവർ ഉണ്ടാകുമോ? എന്താണ് കാരണം? പാഠഭാഗത്തെ ആശയവും നിങ്ങളുടെ അഭിപ്രായവും ചേർത്ത് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എപ്പോഴും വീട്ടില് ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന് ചോദിച്ചാൽ അടുക്കളയാണ്. പക്ഷെ അടുക്കളയിൽ ധാരാളം ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒരാള് വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിനിടയിലും ഒരാൾ വിശന്ന് കരയുന്ന കാഴ്ച ചിന്തിക്കുമ്പോൾ അതിൽ വലിയൊരു വിരോധാഭാസമുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്നയാൾക്ക് പലപ്പോഴും അത് കഴിക്കാനുള്ള സമയം പോലും ലഭിക്കാറില്ല. കുടുംബത്തിലെ എല്ലാവരുടെയും വിശപ്പകറ്റാൻ വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന അമ്മ സ്വന്തം വിശപ്പും ക്ഷീണവും മറക്കുന്നു. അടുക്കളയിൽ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടെങ്കിലും അതിന്റെ പിന്നിലെ അധ്വാനം പലരും കാണാതെ പോകുന്നു. അടുക്കള എന്ന കവിത ഈ അവസ്ഥയെ ശക്തമായി അവതരിപ്പിക്കുന്നു. വീട്ടുജോലികൾ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. കുടുംബത്തിന്റെ എല്ലാവരും അടുക്കള പണിയിൽ പങ്കുചേരുകയും ഭക്ഷണം തയ്യാറാക്കുന്നവരുടെ അധ്വാനത്തെ ബഹുമാനിക്കുകയും വേണം. അപ്പോഴേ അടുക്കള യഥാർത്ഥത്തിൽ സന്തോഷത്തിന്റെ ഇടമാകൂ. ഇനി അടുത്തത് വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. അടുക്കളയിൽ എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അമ്മ. 2 കൈകൾ കൊണ്ട് എത്രയെത്ര പണികളാണ് ചെയ്തു തീർക്കുന്നത്. കുടുംബത്തിന് വേണ്ടിയുള്ള അമ്മയുടെ അധ്വാനം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന് പിന്നിൽ അമ്മയുടെ വലിയ അധ്വാനമുണ്ട്. പുലർച്ചെ മുതൽ രാത്രി വരെ അടുക്കളയിൽ പലതരം ജോലികൾ ചെയ്യുന്നത് അമ്മയാണ്. ഭക്ഷണം തയ്യാറാക്കുക, എല്ലാവർക്കും വിളമ്പുക, പാത്രങ്ങൾ കഴുകുക, അടുക്കള വൃത്തിയാക്കുക തുടങ്ങിയ നിരവധി ജോലികൾ അമ്മ ദിവസവും ചെയ്യുന്നു. സ്വന്തം ക്ഷീണം പോലും മറന്ന് കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് അമ്മ. എന്നാൽ ഈ അധ്വാനത്തിന് പലപ്പോഴും അർഹമായ അംഗീകാരം ലഭിക്കുന്നില്ല. അടുക്കള എന്ന കവിത അമ്മയുടെ ഈ അദൃശ്യമായ അധ്വാനത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അമ്മയുടെ ജോലി എളുപ്പമുള്ളതല്ലെന്ന് തിരിച്ചറിയണം. വീട്ടിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ വീട്ടുജോലികളിൽ പങ്കാളികളാകണം. അമ്മയുടെ അധ്വാനത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണേണ്ടത് ഓരോ കുടുംബാംഗത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. എത്ര മഴയാണെങ്കിലും സ്കൂൾ വിട്ടാൽ ഒറ്റയോട്ടമാണ്. കുടയൊന്നും ഉണ്ടാവില്ല, നനഞ്ഞോടും. ഉള്ളിലെരിയുന്ന വിശപ്പ് ഓട്ടത്തിന് ശക്തി കൂട്ടും. ഇലയിൽ കുടഞ്ഞിട്ട പുഴുക്കിന്റെയും വെളിച്ചെണ്ണ ഒഴിച്ച കാന്താരി ചമ്മന്തിയുടെയും ചൂട് കട്ടൻ കാപ്പിയുടെയും മണങ്ങൾ ഒന്നിച്ചെത്തി പടുക്കലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. പ്രധാന ലക്ഷ്യമായ അടുക്കളയിലേക്ക് എത്തി നോക്കും. പിന്നെ ഒരൊറ്റ പാച്ചിലാണ്. കുളിച്ചെന്ന് വരുത്തി ഇല കീറ്റിലെടുത്ത് പുഴുക്കുമായി നേരെ ഉമ്മറത്തിലേക്ക്. മുറ്റം വിഴുങ്ങുന്ന മഴത്തുള്ളികളെ നോക്കിയിരുന്ന് എരിവുള്ള ചൂടിനെയും ചൂടുള്ള മധുരത്തെയും ഒന്നിച്ച് നാവ് ഏറ്റുവാങ്ങും. ഇതിനൊക്കെ പുറമെ നനുത്ത കുളിരായി മുത്തശ്ശിയുടെ സ്നേഹവും. ബാല്യകാലത്തെ ഓർമ്മകൾ പങ്കുവെച്ചതാണ് ഈ കൂട്ടുകാരി. നിങ്ങൾ പഠിച്ച കായക്കട്ട എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. നൽകിയിരിക്കുന്ന അനുഭവവിവരണത്തിലും കൊയക്കട്ട എന്ന പാഠത്തിലും ബാല്യകാലത്തിന്റെ മധുര ഓർമ്മകളും നാടൻ ഭക്ഷണത്തിന്റെ രുചിയും പ്രധാനമായി കടന്നുവരുന്നു. മഴയത്ത് സ്കൂൾ വിട്ട് വീട്ടിലെത്തി ചൂടുള്ള പുഴുക്കും കാന്താരി ചമ്മന്തിയും കട്ടൻ കാപ്പിയും കഴിക്കുന്ന അനുഭവം പഴയകാല ജീവിതത്തിന്റെ ലാളിത്യവും സ്നേഹവും ഓർമ്മിപ്പിക്കുന്നു. ഭക്ഷണത്തിന്റെ രുചിയോടൊപ്പം മുത്തശ്ശിയുടെ സ്നേഹവും ഈ ഓർമ്മയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. കൊയക്കട്ടയിലും ഭക്ഷണം കേവലം വിശപ്പകറ്റാനുള്ള ഒന്നല്ല, അത് കുടുംബ ബന്ധങ്ങളുടെയും നാട്ടുജീവിതത്തിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മയുടെയും ഭാഗമാണ്. രണ്ടിടത്തും ഭക്ഷണത്തിലൂടെ ബാല്യത്തിന്റെ നിഷ്കളങ്കതയും കുടുംബസ്നേഹവും നാട്ടിൻപുറത്തിന്റെ ലാളിത്യവും അനുഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും വായനക്കാരന്റെ മനസ്സിൽ ഗൃഹാതുരമായ ഓർമ്മകൾ ഉണർത്തുന്നു. ഇനി അടുത്തത് കഥാപാത്ര നിരൂപണമാണ്. പലഹാരങ്ങളുടെ താജ് പണിയുന്ന താത്തയായിട്ടാണ് ചട്ടിപ്പത്തിരിയിലെ വിശാഖ് താത്തയെ നമ്മൾ കണ്ടത്. ഏറ്റവും ശ്രദ്ധയോടെ കൃത്യതയോടെ പലഹാര പണിയിൽ മുഴുകിയിരിക്കുന്ന താത്ത നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ കഥാപാത്രത്തെ നിങ്ങൾ കണ്ട പ്രത്യേകതകൾ ഉൾപ്പെടുത്തി വിശാഖ് താത്തക്ക് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. പ്രായം ചെന്നിട്ടും ജോലിയിൽ വലിയ ചുറുചുറുക്കുള്ള അധ്വാനശീലിയായ സ്ത്രീയാണ് അവർ. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ഓരോ ഘട്ടവും വളരെ ശ്രദ്ധയോടെയും കൃത്യതയോടെയും നിർവഹിക്കുന്നു. മാവ് കുഴക്കുന്നത് മുതൽ പത്തിരികൾ പരത്തുന്നതും പണ്ടം തയ്യാറാക്കുന്നതും ചട്ടിയിൽ അടുക്കി വെക്കുന്നതും വരെ എല്ലാം തികഞ്ഞ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. ചട്ടിപ്പത്തിരി നന്നാകണമെന്ന ആഗ്രഹത്തിൽ അവർ വിയർപ്പിലാകുന്നു. കുട്ടികളെ ജോലിയിൽ പങ്കെടുപ്പിക്കുകയും ആവശ്യമായപ്പോൾ ശാസിക്കുകയും ചെയ്യുന്നു. അതിലൂടെ ഉത്തരവാദിത്ത ബോധവും കാര്യശേഷിയും പ്രകടമാകുന്നു. ഒരേ സമയം സ്നേഹവും കരുതലും ആത്മാർത്ഥതയും അവരിൽ കാണാം. പ്രാർത്ഥനാഭാവത്തോടെ ചട്ടിപ്പത്തിരി അടുപ്പിൽ വയ്ക്കുന്ന രംഗം അവരുടെ സമർപ്പണത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. അധ്വാനം, ക്ഷമ, കൃത്യത, ആത്മാർത്ഥത, സ്നേഹം എന്നിവ ഒത്തുചേർന്ന വിശാഖ് താത്ത ഒരു ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രമാണ്.
അപ്പോൾ നമ്മൾ ബിജാഷ് താത്തയുടെ കഥാപാത്ര നിരൂപണം, അതേപോലെ തന്നെ വിശകലന കുറിപ്പ്, പ്രതികരണ കുറിപ്പ്, അതേപോലെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ വിഭവം, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെച്ചത്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കേരള പാഠാവലിയുടെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ 6ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. പാഠം നന്നായി വായിക്കുക. കേരള പാഠാവലിയിലും ഒരുപാട് ചോദ്യങ്ങൾ പുസ്തകത്തിൽ നിന്ന് അത്ര കുറച്ച് ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. നമുക്ക് പൊതുവായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അധികവും ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഈ ചോദ്യ പേപ്പറിൽ തന്നെ നിങ്ങൾ കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിൻ്റെ അനുഭവം എഴുതാൻ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പുറത്തു നിന്നുള്ള ഏതെങ്കിലും 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ വായിക്കുക. വായനയാണ് നമ്മുടെ പഠനത്തെ കൂടുതൽ എളുപ്പമുള്ളതാക്കുന്നത്. വായിക്കുക, വായിച്ച് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിക്കുക, പുതിയ പദങ്ങളൊക്കെ നമ്മൾ പരീക്ഷ ഉപയോഗിക്കുക, പുതിയ പദങ്ങൾ പഠിച്ചെടുത്ത് അതുമായി ബന്ധപ്പെട്ട വാക്യങ്ങളൊക്കെ രചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മലയാളം എളുപ്പമുള്ളതാവും. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അത് 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ നല്ലവണ്ണം ആ പാരാഗ്രാഫ് വായിക്കുക. എന്നിട്ട് ഒരു ചോദ്യവും തെറ്റിപ്പോവില്ല എന്ന ഉറപ്പ് നിങ്ങൾ വരുത്തുക. അതിന് വേണ്ടിയിട്ട് 15 മിനിറ്റ്, ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നിങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കുക. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. 2 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നല്ലവണ്ണം ആലോചിച്ച് അക്ഷരത്തെറ്റില്ലാതെ പാഠങ്ങളൊക്കെ ഉത്തരങ്ങളൊക്കെ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഠനത്തിന് നമുക്ക് ഒരുങ്ങാം. നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മലയാളത്തിൻ്റെത് മാത്രമല്ല, സോഷ്യൽ സയൻസിൻ്റെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബേസിക് സയൻസിൻ്റെയും അതേപോലെ തന്നെ കണക്ക്, മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ കാണാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.